ഇപ്പോൾ നല്ല മഴക്കാലമാണ്. രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും നമ്മുടെ ചെവിയിൽ കൊതുക് സാറ് വന്ന് മൂളുന്നത്. നല്ലൊരു ഉറക്കം നഷ്ടമാകാൻ ആ കൊതുകിന്റെ മൂളലും കടിയും തന്നെ ധാരാളം. മൂന്നാം ലോക രാജ്യങ്ങൾക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഈ കുഞ്ഞൻ കൊതുകുകൾ. ലോകമെമ്പാടും കൊതുകുകടി മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കാരണം 1 ദശലക്ഷത്തിലധികം ആളുകൾ ഓരോ വർഷവും മരിക്കുന്നുണ്ട്. ഏകദേശം 3000 വ്യത്യസ്ത ഇനം കൊതുകുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. കൊതുകില്ലാത്തൊരു രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഒരു തവണയെങ്കിലും ചിന്തിക്കാത്തവരായി ആരും കാണില്ല. എന്നാൽ അങ്ങനെയൊരു നാടുണ്ട്. ലോകത്തിലെ കൊതുകുകളില്ലാത്ത വളരെ കുറച്ച് രാജ്യങ്ങളിലൊന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് രാജ്യമായ ഐസ്ലാൻഡ്. കൊതുകുകൾ മാത്രമല്ല, പാമ്പുകളില്ല. ചിലയിനം ചിലന്തികൾ ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല. ഇവയൊന്നും ഇവിടെ കാണാത്തതിനൊരു കാരണമുണ്ട്. കൊതുകിനെയും ചെള്ളിനെയും പാമ്പിനെയും അകറ്റുന്നത് തണുപ്പാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കൊതുകുകൾക്ക് ആർട്ടിക് ശൈത്യകാലത്തെ പോലെ കുറഞ്ഞ താപനിലയെ നേരിടാൻ കഴിയുമെങ്കിലും ഐസ്ലാൻഡ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവയ്ക്ക് കഴിയാറില്ല. എല്ലാ വർഷവും ഐസ്ലാൻഡ് തടാകത്തിൽ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനായി 3 തവണ ഇവിടെ മഞ്ഞു മൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രജനനത്തെ ഇത് ബാധിക്കും. ഐസ്ലാൻഡിൽ ക്യാമ്പ് ചെയ്യുമ്പോൾ പ്രാണികളെക്കുറിച്ച് ആരും വിഷമിക്കേണ്ടതില്ല. മനുഷ്യനോട് ശത്രുതയുള്ള ആർട്ടിക് കുറുക്കനെക്കുറിച്ചാണ് അവിടെ ആശങ്കപ്പെടേണ്ടത്. ഐസ്ലാൻഡിന് പുറമെ അന്റാർട്ടിക്കയിലും കൊതുകില്ല. കൊതുകുകളില്ലെങ്കിലും ആഗോളതാപനത്തിൻ്റെ പാർശ്വഫലമെന്ന നിലയിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത നിരവധി പ്രാണികളെ രാജ്യത്ത് അടുത്തിടെയായി കാണപ്പെടുന്നുണ്ട്.